ഞാൻ ശ്രദ്ധാഭക്തി ബഹുമാനങ്ങളോടുകൂടി എല്ലാ ദേവശ്രേഷ്ഠന്മാരോടും കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് ഈ ഒരൊറ്റ കാര്യം മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. എനിക്ക് വേറൊന്നും ആവശ്യമില്ല എന്നാണ് വില്വമംഗലം പറയുന്നത്. പുഞ്ചിരി പൂണ്ട് സുന്ദരമായ മുഖചന്ദ്ര ബിംബത്തോടു കൂടിയ ആ നന്ദഗോപരുടെ പുത്രനായ നന്ദഗോപരുടെ പുണ്യപരിഭാഗമായ ശ്രീകൃഷ്ണനിൽ എനിക്ക് അതിയായ ഭക്തി ഉണ്ടാവണേ എന്ന് എല്ലാ ദേവതമാരെയും വിളിച്ച് വില്വമംഗലം പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ശ്ലോകം ഉപജാതി എന്ന വൃത്തത്തിലാണ്. യേഷു പ്രവാഹേഷു സ ഏവ മന്യേ ക്ഷണോപി ഗണ്യഃ പുരുഷായുഷേഷു ആസ്വാദ്യതേ യത്ര കയാപി വൃത്യാ നീലസ്യ ബാലസ്യ നിജം ചരിത്രം. ശീഘ്രം ഗമിക്കുന്നൊരു ജീവിതത്തിൽ കാർമേഘവർണ്ണൻ്റെ ചരിത്രമെല്ലാം ഭക്ത്യാ ശ്രവിക്കാൻ കഴിയും ക്ഷണത്തെ അനർഘമായി കരുതുന്നു ഞാനും. ഈ ജീവിതപ്രവാഹം എന്നാ പറയാം, അങ്ങനെ നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മുടെ ജീവിതം. അങ്ങനെയുള്ള ആ പ്രവാഹത്തിൽ ജനനമരണ പ്രവാഹ രൂപങ്ങളായ മനുഷ്യജന്മത്തിൽ ഒരു നിമിഷം മാത്രമാണെങ്കിലും ഭഗവാന്റെ ആ കാർമേഘം പോലെ നീലവർണ്ണനും അമ്പാടിയിലെ ഇന്ദ്രനീലരത്നവും ആയ ആ ശ്രീകൃഷ്ണൻ്റെ ലീലാവിലാസങ്ങൾ അടങ്ങിയ ചരിത്രത്തെ വളരെ ഭക്തിയോടും ബഹുമാനത്തോടും കൂടി ഒരു നിമിഷമാണെങ്കിലും ആസ്വദിക്കാൻ സാധിക്കുന്ന ആ ഒരു നിമിഷം ആണ് ജീവിതത്തിൽ ഈ പ്രവാഹതുല്യമായ നശ്വരവും ഒക്കെയായ ഈ ജീവിതത്തിൽ സാർത്ഥകമായിട്ടുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് വില്വമംഗലം പറയുന്നത്. എപ്പോഴെങ്കിലും ഒരു നിമിഷം ആ ഭഗവാന്റെ കഥ ഒന്ന് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ ആ നിമിഷം മാത്രമേ ഉള്ളൂ നമുക്ക് സാർത്ഥകമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിന് ഭാഗ്യം കിട്ടിയവർ ഇത് കേൾക്കും എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയവർ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കേൾക്കാൻ ചെവി കൊടുക്കുള്ളൂ. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കാനാണ് താല്പര്യം. ഇങ്ങനെയുള്ള ഭക്തിപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ പലർക്കും താല്പര്യമില്ല.